വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ക്യാപിറ്റലൈസേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദി കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ യൂസ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ടു ഫിനാൻസ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദി mix of long-term sources of funds such as equity share capital, preference share capital, debentures, long-term loans, reserves, surplus. കമ്പനിയുടെ നീഡ്സുകളെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ടുകളുടെ മിക്സിനെയാണെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമുക്ക് എന്താണ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിന് നമുക്ക് മറ്റൊരു പേരിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. കമ്പോണൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ: ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ് ദാറ്റ് ഈസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഡിബെഞ്ചേഴ്സ്, ലോങ് ടൈം ബോറോയിങ്സ്, ബാങ്ക് ലോൺസ്, ഫിനാൻഷ്യൽ ഫേംസ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഇലമെൻറ്റ്സ് അല്ലെങ്കിൽ കോമ്പോണൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ടു മിനിമൈസ് ദി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, അല്ലേ? നമ്മൾ ക്യാപിറ്റൽ പല സോഴ്സസിൽ നിന്ന് ക്യാപിറ്റൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് കോസ്റ്റ് മിനിമൈസ് ചെയ്തെടുക്കുക. സെക്കൻഡ് പോയിന്റ്, ടു മാക്സിമൈസ് ദി വാല്യൂ ഓഫ് ദി ഫെയിമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക. തേർഡ് പോയിന്റ്, ടു മെയിൻറ്റെയിൻ ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഫോർത്ത് പോയിന്റ്, to achieve a proper balance between debt and equity. ഡെപ്റ്റും ഇക്വിറ്റിയുടെ പ്രോപ്പർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. ഫിഫ്ത്ത് പോയിന്റ്, ടു എൻഷുർ ലോങ് ടൈം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ലോങ് ടൈം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്തെടുക്കുക. ഇതൊക്കെയാണിത് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഒബ്ജക്ട്സായി നമുക്ക് പറയാൻ സാധിക്കുക. അപ്പം തന്നെ വാട്ട് ഈസ് മീൻ ബൈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് എഴുതുക, അതിനുശേഷം അതിൻ്റെ ഇലമെൻറ്റ്സ് എഴുതുക, നെക്സ്റ്റ് ഒബ്ജക്ട്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത് 3 മാർക്കിനായാലും 6 മാർക്കിനായാലും വാട്ട് ഈസ് മീൻ ബൈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ആൻസറാണ്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്തൊക്കെയാണ്? കമ്പനിയുടെ നീഡ്സുകളെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ടുകളുടെ ഒരു മിക്സിനെയാണെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. എന്തൊക്കെയാണ് ഇലമെൻറ്റ്സ് പറയുക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ്, ഡിബെഞ്ചർ, ലോങ് ടൈം ബോറോയിങ്സ്, ബാങ്ക് ലോൺസ്. ഇനി ഒബ്ജക്ട്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഫേംസിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക, ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റിയുടെ പ്രോപ്പർ ബാലൻസ് അച്ചീവ് ചെയ്തെടുക്കുക. ലാസ്റ്റ് പോയിന്റ്, ലോങ് ടൈം ഫിനാൻസ് സ്റ്റെബിലിറ്റി ഷുവർട്ടി ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. 2 ടൈപ്സ് ആണ് അതിൽ വരുന്നത്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സിലെ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫസ്റ്റ്, പ്രോഫിറ്റബിലിറ്റി നോക്കാം. While deciding
or planning capital structure. The firm should keep the objective of maximizing the shareholders' wealth. The firm shall work out proper EBIT and EPS analysis. ഇപ്പം എന്താണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണിംഗ് ഫാക്ടേഴ്സ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ് പോയിന്റ് ആണെന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുക. ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നതാണെന്ത് ഓരോ ഫേമിൻ്റെ മെയിനായ എയിമായി നിലനിർത്തേണ്ടത്. ഇതിനായി EBIT EPS നമ്മൾ അനലൈസ് ചെയ്തിരിക്കണം. അതുപോലെ ഏറ്റവും ഹൈ ഏണിംഗ് പെർ ഷെയർ EPS അവൈലബിലിറ്റി ചെയ്യുക എന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിരഞ്ഞെടുക്കേണ്ട സെലക്ട് ചെയ്യേണ്ട ഫസ്റ്റ് ഫാക്ടേഴ്സ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നതാണെന്ത് ഏതൊരു ഫേമിൻ്റെ മെയിനായ എയിം. സെക്കൻഡ് പോയിന്റ് ലിക്വിഡിറ്റി. എന്താ നോക്കാം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൽ പ്ലാനിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ an important factors to be considered liquidity. For ensuring liquidity is necessary to undertake cash flow analysis. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ലിക്വിഡായിട്ട് അല്ലേ എന്ന് പറഞ്ഞാൽ ക്യാഷ്, അതുപോലെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഐറ്റങ്ങളെ ലിക്വിഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. എന്താണല്ലോ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ക്യാഷ് ഫ്ലോ അനലൈസ് നടത്തി ഫ്യൂച്ചറിലേക്ക് എക്സ്പെൻസും ഇൻകംസും എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ഇത് പറയുന്നത് ലിക്വിഡിറ്റി എന്നുകൊണ്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. Third point, flexibility. The firm, while deciding the capital structure, shall ensure flexibility in the capital structure. The capital structure should show so that it always provides scope for raising funds through debts. Flexibility എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്യൂച്ചറിൽ ആവശ്യമുള്ളപ്പോൾ ഫിനാൻസ് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും, ഫിനാൻസ് സമാഹരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും. സ്പെഷ്യലായി പറയുകയാണെങ്കിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ സമാഹരിക്കാനുള്ള കാര്യങ്ങൾ നിലനിർത്താൻ സാധിക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും. ഒരു ഫേമിന് ആവശ്യമുള്ള പണം എപ്പോഴാണ് ഫിനാൻസ് ആവശ്യം ആ സമയത്ത് നമുക്ക് പണം അവൈലബിൾ ലഭിക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി എന്ന പോയിന്റിൽ നിന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ് പോയിന്റ്, സൈസ് ഓഫ് ബിസിനസ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ സ്മോൾ കമ്പനീസ് ടു റൈസ് ലോങ് ടേം ഡെപ്റ്റ്. That is, a large company requires a large amount of capital. It can be raised from single sources. അപ്പോൾ എന്താണ് സൈസ് ഓഫ് ബിസിനസ് സൈസ് അനുസരിച്ച് സ്മോൾ ഫേംസിന് ലോങ് ടൈം ലോൺസ് നമുക്ക് സമാഹരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ. പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടുണ്ട്. സ്മോൾ ഫേം ആണെങ്കിൽ നമുക്ക് ക്യാഷ് ഒന്നും കിട്ടാറില്ല, ലോൺ കിട്ടാറില്ല. ബിഗ് ഫേംസിന് അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് ഫണ്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, സൈസ് ഓഫ് ബിസിനസ് നേച്ചർ ഓഫ് ബിസിനസ്. ഫിഫ്ത്ത് പോയിന്റ്, നേച്ചർ ഓഫ് ബിസിനസ്. മാനുഫാക്ചറിങ് കമ്പനീസ് റിക്വയർസ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ഫിക്സഡ് അസറ്റ് അല്ലേ. നേച്ചർ ഓഫ് ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അല്ലേ. എന്താ നേച്ചർ ഓഫ് ബിസിനസ് എന്നുകൊണ്ട് നമുക്ക് ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടായിരിക്കും അത് ചെയ്യുക. ഒരു ഹൈ ഫേം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. സ്മോൾ ഫേം ആണെങ്കിലോ നമുക്ക് ചെറിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മതി എന്നാണ് നേച്ചർ ഓഫ് ബിസിനസ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ്, റെഗുലാരിറ്റി ആൻഡ് സെർട്ടനിറ്റി ഓഫ് ഇൻകം എന്താണെന്ന് നോക്കാം. Debentures should be issued only when the companies accept a high and regular incomes. അപ്പം എന്താണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇൻകം റെഗുലറായും അതേപോലെ എൻഷുവർഡ് ഉള്ളതുമായ ഫേമുകൾക്ക് എന്താണ് ഡിബെഞ്ചറുകൾ, പ്രിഫറൻസ് ഷെയറുകൾ കൂടുതലായി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇൻകം കുറവാണെങ്കിലോ ഷെയറുകൾ, ഇക്വിറ്റി ഷെയറുകൾ മാത്രമാണ് അവർക്ക് ആശ്രയിക്കുന്ന മൂലം ക്യാപിറ്റലിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. നെക്സ്റ്റ് പോയിന്റ്,
period and purpose of financing. Equity shares are best choice for funds required for permanent investment, that means long term. ലോങ് ടൈം ഫിനാൻസിന് ഇക്വിറ്റി ഷെയറുകളെ ക്യാപിറ്റലാണ് ഏറ്റവും അനുയോജ്യമായെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ മിഡ് ടൈം ഫിനാൻസുകൾക്ക് എന്താണ് ഡിബഞ്ചറുകളും പ്രിഫറൻസ് ഷെയറുകളും നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഫേമിൻ്റെ എക്സ്പാൻഷനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടാണെങ്കിലോ ഡിബഞ്ചറുകളും പ്രിഫറൻസ് ഷെയറുകളാണ് ഏറ്റവും സൂട്ടബിളായി ഉപയോഗിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഇക്വിറ്റി ഷെയർസ് ബെസ്റ്റ് ചൂസ് ഫോർ ഫണ്ട്സ് റിക്വയർഡ് ഫോർ പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. That is, the debentures and preference shares are preferable to the mid-term finance. Preference shares and debentures are better for modernization and expansion. അപ്പോൾ നമുക്കറിയാം ലോങ് ടൈം ഫിനാൻസിന് വേണ്ടിയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ക്യാപിറ്റലായി ഏറ്റവും സൂട്ടബിൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ മിഡ് ടൈം ഫിനാൻസുകൾക്കാണെങ്കിലോ ഡിബഞ്ചറുകളോ പ്രിഫറൻസ് ഷെയറുകളാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ എക്സ്പാൻഷനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയാണ് ഫേമിന് ഉപയോഗിക്കുന്നതെങ്കിലോ ഡിബഞ്ചറുകളും പ്രിഫറൻസ് ഷെയറുകളാണ് ഏറ്റവും സൂട്ടബിളായി പറയാൻ സാധിക്കുക. നെക്സ്റ്റ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണെന്ന് നോക്കാം. ദ യൂസ് ഓഫ് ഡിബഞ്ചേഴ്സ്, ലോൺസ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അലോങ് വിത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നോൺ ആസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്ന പ്രോഫിറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയാണെന്ന് പറയുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുക. ഇത് 3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഡിബഞ്ചറുകൾ, ലോൺസ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുകൾ ഉപയോഗിച്ച് എന്താണ് ഇക്വിറ്റി ഷെയർസിന് മാക്സിമം പ്രോഫിറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയാണെന്ന് പറയുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്നൊക്കെ പറയാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഡിസയർ to retain control. നിയന്ത്രണം നമ്മൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് ദി മാനേജ്മെൻറ്റ് ഡിസൈഡ്സ് ടു മെയിൻറ്റെയിൻ കൺട്രോൾ ഓവർ ദി കമ്പനി, ഇറ്റ് മേ റൈസ് അഡീഷണൽ ക്യാപിറ്റൽ ത്രൂ ദി ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റൈസിംഗ് ഡെപ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർസ്. അപ്പം എന്താണ് ഡിസൈർ ടു റീറ്റെയിൻ കൺട്രോളിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് കമ്പനിയുടെ കൺട്രോൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ന്യൂ ഷെയറുകൾ ഇഷ്യൂ ചെയ്തതിന് ശേഷം ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം, ഡിബഞ്ചർ പോലെയുള്ള ഡെപ്റ്റ് ക്യാപിറ്റലുകളാണ് നമ്മൾ സാധാരണയായി കൂടുതലായി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, അസറ്റ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ദ ക്വാളിറ്റി ഓഫ് fixed assets and current assets in the total assets also affect the capital structure. If the company has more fixed assets or current assets, it will use more debentures, preference shares and less equity shares. On the contrary, if temporary has more current assets, it may be more equity share capital. ഫിക്സഡ് അസറ്റ്സ് കൂടുതലായി കമ്പനികൾക്ക് എന്താണ് ഡിബഞ്ചറുകളും അതുപോലെ പ്രിഫറൻസ് ഷെയറുകളും കൂടുതലായി യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് കൂടുതലുള്ള ഫേമുകളാണെങ്കിൽ ഏതൊക്കെ ഷെയറുകളാണ്, ഡിബഞ്ചറുകൾ, പ്രിഫറൻസ് ഷെയറുകളാണ് കൂടുതലായി യൂസ് ചെയ്യാൻ സാധിക്കുക. എന്നാൽ കറണ്ട് അസറ്റാണ് ചില ഫേമുകൾ ഏതെങ്കിലും ഫേമുകൾ കറണ്ട് അസറ്റാണ് കൂടുതൽ വരുന്നതെങ്കിൽ അവിടെ ഏത് ഷെയർ ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഇത്രയുമാണിത് ക്യാപിറ്റൽ സ്ട്രക്ചറിന് ഇൻറ്റേർണൽ ഫാക്ടേഴ്സായി വരുന്നത്. ഏതൊക്കെയാണ്? പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, ഫ്ലെക്സിബിലിറ്റി, സൈസ് ഓഫ് ബിസിനസ്, നേച്ചർ ഓഫ് ബിസിനസ്, റെഗുലാരിറ്റി ആൻഡ് സെർട്ടനിറ്റി ഓഫ് ഇൻകം, പീരീഡ് ആൻഡ് പർപ്പസ് ഓഫ് ഫിനാൻസിങ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, ഡിസൈർ ടു റീറ്റെയിൻ കൺട്രോൾ, അസറ്റ് സ്ട്രക്ചർ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ്, conditions in the capital market. Capital structure is also influenced by the conditions of capital market. Capital market conditions determine the type of securities to be issued. ഇപ്പം എന്താ നോക്കാം, കണ്ടീഷൻസ് ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ മാർക്കറ്റിലെ
കണ്ടീഷൻസ് ഏത് തരത്തിലുള്ള സെക്യൂരിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നതിന് ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. ക്യാപിറ്റൽ മാർക്കറ്റ് സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കും ഏത് തരത്തിലുള്ള സെക്യൂരിറ്റികളാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ആറ്റിറ്റ്യൂഡ് ഇൻവെസ്റ്റേഴ്സ് ഈസ് അനദർ ഫാക്ടർ വിത്ത് ഡിറ്റർമൈൻ ദ സെക്യൂരിറ്റീസ് ടു ബി ഇഷ്യൂഡ്. ഇത് ഇൻവെസ്റ്റേഴ്സ് മേ ബി വെഞ്ചർ സം ഓർ cautions or less cautions. Equity shares can best be issued to investors who are worth venture. അപ്പം നോക്കുക, എന്താണ് ആറ്റിറ്റ്യൂഡ് ഇൻവെസ്റ്ററുടെ റിസ്ക് നമുക്ക് സ്വീകരിക്കാനുള്ള മനോഭാവം അനുസരിച്ചായിരിക്കും, ആ സ്വീകരിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഷെയറുകളാണോ, പ്രിഫറൻസ് ഷെയറുകളാണോ, ഡിബഞ്ചറുകളാണോ സെലക്ട് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുക. Next point, cost of financing. The cost of finance also exercise an important influence upon the selection of securities. It is desirable to employ cheapest source of finance to maximize returns. അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത്? നമ്മൾ ഫിനാൻസ് സ്റ്റോർ ചെയ്യുന്ന ശേഖരിക്കുന്നത് കോസ്റ്റ് പരമാവധി കുറച്ച രീതിയിൽ മാർക്കാം, അങ്ങനെയുള്ള രീതികൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഫിനാൻസ്. നമ്മൾ ഫിനാൻസ് ശേഖരിക്കുമ്പോൾ എന്താണ് പരമാവധി കോസ്റ്റ് റിഡ്യൂസ് എന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, ഫിനാൻസ് സ്റ്റോർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, ലീഗൽ requirements. While determining capital structure, the company should take care of the relevant provisions of various laws formed by the government from their time to time. ഇപ്പം എന്താണ് ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി ലോയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫേമുകളുടെ റൂൾസും അനുസരിച്ചായിരിക്കണം ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, tax policy. High tax rate directly influences capital structure decisions. High tax discourages the issue of equity shares and encourages the issue of debentures. അപ്പം എന്താണ് ടാക്സേഷൻ പോളിസി? ടാക്സ് റേറ്റുകൾ അനുസരിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ്. ടാക്സ് റേറ്റ് കുറയുന്നതനുസരിച്ച് ഹൈ റേറ്റ് വരുമ്പോൾ അത് ക്യാപിറ്റൽ സ്ട്രക്ചറെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ്. ദി മാനേജ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് കമ്പനീസ് ഡിഫർ ഇൻ സ്കിൽസ്, ജഡ്ജ്മെൻറ്റ്, എക്സ്പീരിയൻസ്, ടെമ്പറമെൻറ്റ് എക്സെട്ര. മാനേജ്മെൻറ്റ് അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്, അതുപോലെ സമീപനം, റിസ്ക്, സ്വീകരിക്കാനുള്ള മനവ് എന്നിവയുടെ അനുസരിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചറെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത്രയുമാണിത് ക്യാപിറ്റൽ സ്ട്രക്ചറുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.